ക്യൂർ കമ്മ്യൂണിറ്റിയെ കൺവേർട്ട് പ്രാർത്ഥിച്ച് ബൈബിൾ വചനങ്ങളൊക്കെ ജനറേഷണൽ കേഴ്സ്. ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ല് പറയും, ആരാണ്ടൊരു അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ്. അതേ രീതിയിൽ വേറൊരു കമന്റ് കൂടെ വന്നിട്ടുണ്ട്, AZ സ്റ്റാൻലി എന്ന് പറഞ്ഞിട്ട്, ഇറ്റ് ഈസ് എ ജനറേഷണൽ കേഴ്സ്. പുള്ളി ഇതും പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് നോട്ട് ക്യൂറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഓക്കെ, അതിനകത്ത് തന്നെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട് പുള്ളി പറഞ്ഞതിൽ. കേഴ്സാ, പക്ഷെ അതിന് ക്യൂറും ഇല്ല. അപ്പോൾ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ നമുക്കറിയത്തില്ല. ബിലീവർ ആണെങ്കിൽ കേഴ്സ് ആണെങ്കിൽ അത് നമുക്ക് പ്രാർത്ഥിച്ച് അന്യഭാഷ പറഞ്ഞ് മാറ്റാവുന്ന കാര്യമേ ഉള്ളൂ. സോ അവർ പറയുന്നത് there is a cure ഉണ്ടെന്നാ. കാരണം ഐ എം ഷുവർ നമ്മളെ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, പ്രത്യേകിച്ച് ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ കൺവേർഷൻ തെറപ്പി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ അവരിങ്ങനെയുള്ളൊരു LGBTQ അല്ലെങ്കിൽ ക്യൂർ കമ്മ്യൂണിറ്റിയെ കൺവേർട്ട് പ്രാർത്ഥിച്ച് ബൈബിൾ വചനങ്ങളൊക്കെ കേൾപ്പിച്ച് അവരെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്ത് അവരെ മാറ്റാമെന്ന അവരുടെ ഒരു വിചാരം. അങ്ങനെ വലിയൊരു ഓർഗനൈസേഷൻ ഇവിടെ അമേരിക്കയിൽ ഉണ്ടായിരുന്നു, എക്സഡസ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ്. അവർ കുറേ വർഷങ്ങൾ ഇതിന്റെ പുറകിൽ അവർ ശ്രമിച്ചു, ഒരുപാട് പേരെ മാറ്റാൻ ശ്രമിച്ചു. വർഷങ്ങൾ അവർ ലാസ്റ്റിൽ അട്ടർ ഫെയിലിയർ ആയിട്ട് വർഷങ്ങൾക്ക് ശേഷം ആ ഓർഗനൈസേഷൻ അവർ തന്നെ ഷട്ട് ഡൗൺ ചെയ്ത് ആൾക്കാരോട് മാപ്പ് ചോദിച്ചു. സോ ഇതാണ് നമ്മുടെ ഈ ക്രിസ്ത്യൻ കൺവേർഷൻ തെറപ്പി എന്ന് പറയുന്ന സാധനം. ജേക്കബ്, യു വാണ്ട് ടു ആഡ് മോർ ടു ഇറ്റ്? Definitely. I really want to add. First of all, thank you, Neil. മറ്റൊരു ഭൂഖണ്ഡത്തിൽ നിന്ന് ഇരുന്ന് ഒരാൾക്ക് അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ കഴിയുമ്പം, കാരണം പലരും പറയുന്നത് നമ്മളിത് മനസ്സിൽ നിന്ന് ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാൻ US പോയിട്ടില്ല, അപ്പം നീലിനെ പോലെ ഒരാൾ US തന്നെ ഇത് പറയും. കാരണം ഞാനും വായിച്ചപ്പോൾ ഇത് കണ്ടതാണ്. ആൻഡ് നൗ യു ആർ വിറ്റ്നസിങ് ഫോർ ഇറ്റ്. നീൽ സാക്ഷിയാണ് ഇതിന്. എക്സോഡസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലവ് വൺ ഔട്ട് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ US ഉണ്ടായിരുന്നു. എവർഗ്രീൻ ഇന്റർനാഷണൽ ഒന്നല്ല, ഇനിയിപ്പോ ഒരു കമ്മ്യൂണിറ്റി ഫെയിൽ ആയെന്ന് വേണം നമുക്ക് പറയാം. ഇത് 2-3 കമ്മ്യൂണിറ്റിയുടെ പേര് തന്നെ ഇവിടെ ഉണ്ട്. ഈ എക്സഡസ് ഇന്റർനാഷണലിലെ നടത്തിപ്പുകാരനായിട്ടുള്ള ആൾ ആദ്യം പറഞ്ഞത് എന്നെ ദൈവം സൗഖ്യമാക്കിയെന്നാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പം ബോയ് ഫ്രണ്ടിന്റെ കൂടെ വന്നിട്ട് പറയാം ഇതൊന്നും അല്ലായിരുന്നു. എക്സഡസ് ഇന്റർനാഷണൽ വിട്ട ആരെങ്കിലും നിങ്ങളോട് ഇന്നത്തെ ഡേറ്റില് പറയത്തില്ല ദൈവം അവരെ സൗഖ്യമാക്കുക. അവർ പറയുന്നത് ഞങ്ങൾ ഗേസ് ആയിരുന്നു, പക്ഷെ ഞങ്ങൾ പെണ്ണുങ്ങളോട് ജീവിക്കാൻ പഠിച്ചെന്നേ ഉള്ളൂ. അങ്ങനാണോ നിങ്ങൾക്ക് ജീവിക്കുന്നത്? എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പെങ്കൊച്ചുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കമന്റ് ഇട്ട കഴ്സാന്ന് പറഞ്ഞ കമന്റ് ഇട്ട ആളിന്റെ മോൾ ഉണ്ടാവാന്നിരിക്കട്ടെ, അല്ലെ ഉണ്ടെന്നിരിക്കട്ടെ, നാളെ ഒരുത്തം വന്ന് പറയാം ഞാൻ 50% മാത്രമേ ഗേ ഉള്ളൂ, ബാക്കി ഞാൻ സ്ട്രെയിറ്റ് ആണ്. 50 പോട്ടെ, 90 സ്ട്രെയിറ്റും 10% ഗേ ഉള്ളെന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മോളെ കെട്ടിച്ചു വിടുവോ? ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ല് പറയും, ആരാണ്ടൊരു അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ്. അപ്പൊ ഇതൊക്കെ വെല്ലോന്റെ തലയെ കെട്ടിവെച്ച് അവരെ നേർവഴി നടത്താതെ ഈ കമന്റ് ഇട്ട ആളിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു മോളുണ്ട്, നിങ്ങൾക്കൊരു പെങ്ങളുണ്ട്, നിങ്ങൾ അങ്ങനത്തെ ഒരു പയ്യനുമായിട്ട് ഇവരെ കെട്ടിച്ചു വിടുവോ? അങ്ങനെ നിങ്ങൾ കാരണം ഇവരോട് ഇങ്ങനെ സംസാരിച്ചാൽ പറ്റത്തുള്ളൂ. ഇവരോട് ഈ കേഴ്സ് ആണെന്നും അങ്ങനെയൊക്കെ പറയുന്നവരോട് ഡേറ്റ കൊടുത്താൽ ഒന്നും ശരിയാകാൻ പോകുന്നില്ല. സോ ഐ ആസ്ക് യു ബ്രദർ ഓർ സിസ്റ്റർ, whoever you are, if you have a sister, if you have a family member, അവരെ നിങ്ങൾ ഇങ്ങനത്തെ ഒരാളുടെ കൂടെ കെട്ടിച്ചു വിടാൻ ആഗ്രഹിക്കുമോ? ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ തലയിൽ ശാപം എന്ന് പറഞ്ഞ് കെട്ടിവെക്കാൻ നിങ്ങൾ പോകരുത്. 2, എനിക്ക് തോന്നുന്നു സഭാപ്രസംഗിയുടെ പുസ്തകത്തിലാണ്, ഞാനിപ്പോ എന്റെ നോട്ട്സിൽ അത് കാണുന്നില്ല, സഭാപ്രസംഗിയുടെ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു പറയുന്നത്, ദൈവം വക്രീകരിച്ചതിനെ നേരെയാക്കാൻ ആർക്കും കഴിയത്തില്ല. ഇത് ദൈവമായിട്ട് പറഞ്ഞു വിട്ടാണ്. നമ്മളിപ്പോ കുറച്ച് മുന്നേയും കൂടി പറഞ്ഞു, മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് ദൈവത്താൽ ഷണ്ണന്മാരാക്കപ്പെട്ടവരുണ്ട്. ആ വാക്ക് ഒരു പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും, പക്ഷെ ഐ ഹാവ് ടു യൂസ് ദിസ്. ദൈവത്താൽ ഷണ്ണന്മാരാക്കപ്പെട്ടവരുണ്ട്. സഭാപ്രസംഗി പറയുന്നത് എന്താണ്? ദൈവം അങ്ങനെ അയച്ചവരെ നിങ്ങൾക്ക് നേരാക്കാൻ പറ്റത്തില്ല. സോ ദൈവം തന്നെ അംഗീകരിച്ച കാര്യത്തെ ഇപ്പൊ ഈ ബ്രദർ അന്യഭാഷയിലൂടെ ശരിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ഡു ഇറ്റ് ഫോർ യുവർ സെൽഫ്, നോട്ട് ഈവൻ ടു യുവർ സിസ്റ്റർ ഓർ ഡോട്ടർ, യു ഡു ഇറ്റ് ഫോർ യുവർ സെൽഫ്. മറ്റുള്ള ആൾക്കാരെ ഇതിനകത്ത് വലിച്ചഴക്കരുത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എക്സഡസ് ഇന്റർനാഷണൽ, കറേജ് UK, യുണൈറ്റഡ് കിങ്ഡമിൽ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. എല്ലാം ഫെയിലിയറിലേക്ക് പോയി ആൾക്കാരെ ഡിപ്രഷനിലേക്ക് ആഴ്ത്തി കളഞ്ഞ ഒരു മിനിസ്ട്രി എന്ന് തന്നെ ഇതിന് വേണം പറയാം. അവർ മിനിസ്ട്രി എന്ന് പറഞ്ഞ് നടന്നവരാണിത്. നിങ്ങളുടെ മക്കളെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ചേർക്കരുത്. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക്, ഒരു മെഡിക്കൽ ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയാണ്, ദയവായി ഡു നോട്ട് ഡു ദിസ് ടു യുവർ കിഡ്സ്. നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ ഈ ക്രൂരത ചെയ്യരുത്. താങ്ക് യു.